ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു വെറൈറ്റി ചിക്കൻ കറി വെച്ചാലോ? എന്നാൽ പോയാലോ വീട്ടിലേക്ക്? വാ. അതിനായി ഞാനിവിടെ ഒരു 1200 ചിക്കൻ എടുത്തിട്ടുണ്ട്. സാദിയുടെ ചിക്കനാണ്, ഫ്രോസൺ ചിക്കനാണ്. അതിന് വെള്ളത്തിയിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. തണുത്ത ചിക്കനാണ്, അതുകൊണ്ടാണ് ഞാൻ ചൂടാക്കുന്നത്. തൊലിയൊക്കെ നന്നായി ഉരിഞ്ഞിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ തണുപ്പ് ഇതുവരെ പോയിട്ടില്ല. നമുക്ക് എന്തായാലും ഇതിൻ്റെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. തണുപ്പ് മാറിയിട്ടില്ല. ഇനി നമുക്കിതിനെ ഒന്ന് കഴുകിയെടുക്കാം. നന്നായി കഴുകിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് മസാലകൾ ചേർക്കാം. ചിക്കനൊക്കെ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് നാരങ്ങ നീര്, ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ എന്നിവ ചേർത്ത് നന്നായി ഇളക്കി ചേർത്ത ശേഷം നമുക്കിതിനെ ചെറു തീയിൽ വേവിച്ചെടുക്കാം. ചിക്കനകത്ത് ഇടാൻ ഞാൻ ഇത്ര സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഒരു സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എന്നിവ കട്ട് ചെയ്ത ശേഷം നമുക്ക് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും, കുറച്ച് എരിക്ക് വേണ്ടിയാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. കുറച്ച് മസാല കൂടി ചേർത്തിട്ടുണ്ട്, ചിക്കൻ മസാല എന്നിവയും ചേർത്ത് ഇളക്കിയ ശേഷം നമ്മൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഇതിനെ വേവിച്ചെടുക്കാം. അടച്ചു വെച്ച് വേവിക്കണം. ചിക്കനൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പൊക്കെ നോക്കി ഒന്ന് റെഡിയാക്കാം. ചാറ് കുറച്ചുകൂടി ഒന്ന് കുറുകണം. അതുകൊണ്ട് ഒന്നുകൂടി നമുക്ക് അടച്ച് വെച്ച് ചെറു തീയിൽ വേവിക്കാം. ഇപ്പോൾ ചെറുതായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ കുറച്ച് പറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റാം. ഇന്നത്തെ എൻ്റെ ഭക്ഷണം ഇതാണ്. ചോറും ചിക്കൻ കറിയും പിന്നെ മാങ്ങ അച്ചാറും.
കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു ചിക്കൻ കറിയാണ്. ചിക്കനൊക്കെ വെന്ത് നന്നായി വന്നിട്ടുണ്ട്. ഇനി ചോറിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം. ആ ചോറും ചിക്കനും കൂട്ടി കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക രുചിയാണ്. പിന്നെ ഒരു കുക്കുംബറും എടുത്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ കൂടി ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോയുമായി നാളെ കാണാം.